സംബന്ധിച്ച് ഈ 4 ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കിട്ടി എന്നൊരു ഐഡിയ വന്നപ്പോൾ ഞാൻ അവിടെ പോയി പറഞ്ഞു. ശനിയാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി പറയുകയാണ്, നമുക്ക് 4 പേർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ട്, എന്റെ അമ്മയൊക്കെ ചെയ്യുന്നതാണ്, ആഴ്ചയിൽ 2,10,000 രൂപ വരെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മേനെ നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ബാക്കിലും ആളുകൾ വരുന്നുണ്ട്, മുമ്പിലും ആളുകൾ വരുന്നുണ്ട്, എന്റെ സൈഡിലും ആളുകൾ വരുന്നുണ്ട്. ഞാൻ പിടിച്ചു വെച്ച സീറ്റിൽ മാത്രം ആള് വന്നില്ല. ആ ആളെ ഞാൻ നോക്കിയപ്പോ പിന്നീട് കാണുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ എന്ന് പറഞ്ഞൊരു വലിയ ഒച്ചയിൽ ഇത്രയും ആളുകളെ, ആ ഒരു വേദിയിലിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്ത് എംസി ചെയ്യുന്നത് അന്ന് എന്റെ അമ്മയായിരുന്നു. അതെനിക്ക് തീരെ എന്താ പറയാ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദിവസം പോലെയൊക്കെ എനിക്ക് തോന്നി. കാരണം ഒരു കുഞ്ഞ് കൈമണി എന്ന രീതിയിൽ ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന പോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രം അമ്മ ഞങ്ങൾക്ക് തരും. ഇത് സാധനം നമ്മൾ വിൽക്കും, അമ്മയ്ക്ക് ഓർഡർ ആക്കി കൊടുക്കും. അങ്ങനെ മുടക്ക് മുതൽ അമ്മയുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഇതൊരു ബിസിനസ് ആണോ അല്ലെങ്കിൽ ഇതിന് ഇത്ര വലിയൊരു മേഖല ഉണ്ടെന്നോ അറിയാതെ ഇരുന്ന സമയത്ത് പോലും നമ്മുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തപ്പോൾ കുഞ്ഞൊരു ലാഭം കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡിഗ്രി പഠനകാലത്തിലേക്ക് എത്തിയ സമയത്ത് എനിക്കൊരു 4 അംഗ ഫ്രണ്ട്സ് ഗ്യാങ് ആണുള്ളത്. ഞാൻ അടങ്ങുന്ന 4 അംഗ ഫ്രണ്ട്സ് ഗ്യാങ്, 2 ഗേൾസും 2 ബോയ്സും. അങ്ങനെ ഞങ്ങൾ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുമായിരുന്നു നമ്മുടെ ഡിഗ്രി കാലത്തിന് ശേഷം ഒരുമിച്ചൊരു PG എടുക്കണം, അല്ലെങ്കിൽ ഒരുമിച്ചൊരു ജോലി ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാലോ, ഡിഗ്രി ഒരുപോലെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല, എല്ലാ സെമ്മും സപ്ലി ഇല്ലാതെ പാസ്സായിക്കൊള്ളണം എന്നില്ല. അപ്പം എല്ലാവർക്കും ഒരുപോലെ അതിൽ എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം എപ്പോഴും പറയും, നമ്മൾ എല്ലാ കാര്യവും ആഗ്രഹിക്കണം. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കാലഘട്ടത്ത് എനിക്ക് വീട്ടിലിരിക്കാൻ തീരെ ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രീ ടൈമിലാണെങ്കിൽ പോലും വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്ന ഒരാളല്ല. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടമുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ചേച്ചി ജോലിക്കാരിയായി. അച്ഛനെ സംബന്ധിച്ച് അച്ഛക്ക് 4 കടകളുണ്ട് ആ ടൈമില്. കോഴിക്കട, പച്ചക്കറിക്കട, പലചരക്ക്, ചായക്കട, അങ്ങനെ ഒരു 4 കടകൾ അച്ഛക്കുണ്ട്. അമ്മ ജോലിക്ക് പോകുന്നുണ്ട്, പ്ലസ് ഈ ഒരു ബിസിനസ്സും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ശനിയാഴ്ച ദിവസം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ, ഉച്ചയ്ക്ക് ശേഷം ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ, അമ്മയുടെ കൂടെ പോകാലോ, ബത്തേരി വരെ പോകാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഇന്നും നമ്മുടെ കമ്പനി സെന്റർ ആയിട്ട് GTS വയനാട് ജില്ലയിൽ നടന്നു പോകുന്ന റീജൻസി ഹാളുണ്ട്. ആ ഒരു ഹാളിലേക്ക് ഞാൻ ആദ്യമായിട്ട് കയറി ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു ആക്റ്റീവായി ഇരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഞാൻ അറിയുന്ന എനിക്ക് പരിചയമുള്ള ആളുകളുടെ അടുത്ത് ഞാൻ സംസാരിക്കും, അല്ലാത്തവരുടെ അടുത്ത് ജസ്റ്റ് ചിരിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അമ്മയുടെ സാരി തുമ്പിൽ നിന്ന് മാറില്ല എന്നുള്ളൊരു രീതി. ആ ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അപ്പൊ അന്ന് പ്രോഗ്രാമിന് ഉച്ചയ്ക്ക് അവിടെ എത്തിയ സമയത്ത് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്, സിന്ധു മേഡത്തിന്റെ മോളാണോ, എന്താ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അവരോടായിട്ട് എന്താ പേര്, എവിടുന്നാ വരുന്നത്, എന്ത് ചെയ്യുന്നു, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അമ്മയുടെ താഴത്തുമ്പിൽ ഇങ്ങനെ മാറി മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ, ഞാൻ ചെല്ലുമ്പോ തന്നെ ഹാളിൽ ഏകദേശം പകുതി ആളുകളായിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ബേക്ക് കാണുന്ന ചെയറിൽ ഇരിക്കുമല്ലോ, എന്നിട്ട് നമ്മുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, മുമ്പോട്ടിരിക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പൊ ആ ബേക്ക് കാണുന്ന ഒരു സീറ്റിൽ ഞാൻ ഇരിക്കുകയും എന്റെ അടുത്തൊരു ചെയർ പിടിച്ചു വെക്കുകയും ചെയ്തു. വേറെ ഒന്നിനുമില്ല, അമ്മ വരും, അമ്മേന്റെ കൂടെ ഇരിക്കാലോ എന്നൊരു കാരണം കൊണ്ട്. കാരണം എനിക്കിത് ഒരു പ്രോഗ്രാം ആണെന്നോ ഒരു ബിസിനസ് ആണെന്നോ ഒന്നും അറിയില്ല. ഞാനൊരു ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം പോയ ഒരാളായിരുന്നു. അങ്ങനെ അവിടെ ഒരു കസേരയും പിടിച്ചു വെച്ചിട്ട് കുറെ നേരം ഞാൻ അവിടെ നോക്കി. കാരണം എനിക്ക് ശേഷം പിന്നീടും കുറെ ആളുകൾ ബേക്കോട്ട് വന്നിരുന്നു. കാരണം വേറൊന്നുമല്ല, അന്ന് കൺക്ലൂഡിങ്ങിന് നല്ലൊരു ഗ്രേറ്റ് ലീഡർ ആയിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ പങ്കെടുത്തൊരു പ്രോഗ്രാമും കൂടിയായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ ഞാൻ അമ്മേനെ നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ബേക്കിലും ആളുകൾ വരുന്നുണ്ട്, മുമ്പിലും ആളുകൾ വരുന്നുണ്ട്, എന്റെ സൈഡിലും ആളുകൾ വരുന്നുണ്ട്. ഞാൻ പിടിച്ചു വെച്ച സീറ്റിൽ മാത്രം ആള് വന്നില്ല. ആ ആളെ ഞാൻ നോക്കിയപ്പോ പിന്നീട് കാണുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ എന്ന് പറഞ്ഞൊരു വലിയ ഒച്ചയിൽ
ഇത്രയും ആളുകളെ, ആ ഒരു വേദിയിലിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്ത് MC ചെയ്യുന്നത് അന്ന് എന്റെ അമ്മയായിരുന്നു. അതെനിക്ക് തീരെ എന്താ പറയാ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദിവസം പോലെയൊക്കെ എനിക്ക് തോന്നി. കാരണം നമ്മുടെ വീട്ടിന്റെ ഉള്ളില് വളരെ കുഞ്ഞ് സൗണ്ടിൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അമ്മ. ഒരിക്കലും മിണ്ടാതിരിക്കുന്ന ഒരാളല്ല, പക്ഷെ നന്നായിട്ട് സംസാരിക്കുമെങ്കിലും ഇങ്ങനെ കുഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചിട്ടിരുന്ന ഒരാള് പെട്ടെന്ന് ഇത്രയും ആളുകളെ അഭിസംബോധന ചെയ്ത് ഒരു പേടിയില്ലാതെ, ഒരു വിറ പോലും ഇല്ലാതെ ആ മൈക്കിൽ സംസാരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തന്നെ തോന്നി. അങ്ങനെ ഞാൻ ആ ഒരു ത്രില്ലിങ്ങിൽ ഇരിക്കുമ്പോ തന്നെ നമ്മുടെ GTS പ്രസന്റേഷനുള്ള ആളെ വിളിച്ചു. GTS ഇങ്ങനെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറയാലോ, ആദ്യത്തെ GTSൽ നിന്ന് എല്ലാവർക്കും എന്നെ പോലെ ആയിരിക്കണം എന്നില്ല, പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേരെന്നും അതുപോലെ തന്നെ ആഴ്ചയിൽ 2,10,000 രൂപ വരെ കിട്ടും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് ആ GTSൽ നിന്നാണ് പഠിച്ചത്. എനിക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തെ GTSൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പ്ലാനോ കാര്യങ്ങളോ ഒന്നും, കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ച് ഒരു 1/2 പേജോളം, അന്നൊക്കെ എത്രയോ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 1/2 പേജോളം MLM അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓർഗനൈസേഷൻ 1, 2 ഇതിനെ കുറിച്ചൊന്നും നമുക്കപ്പം വലിയ കാര്യമായിട്ട് ഐഡിയ ഇല്ലാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു GTS ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ പ്രോഡക്റ്റുകൾ വരുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അതിൽ അന്ന് കാണിച്ച ഏകദേശം 90% പ്രോഡക്റ്റുകൾ നമ്മൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും യൂസ് ചെയ്യുന്ന ആളുകളായി. 95, ന്യൂട്രലൈസ്, കവചപ്രാശം, നമ്മുടെ സോപ്പുകൾ എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആള്. അതുകൊണ്ട് ഞാൻ ഓരോ പ്രോഡക്റ്റ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ് ആണ്, ഇതിന് ഇന്ന റിസൾട്ട് ഉണ്ട്, നോണയല്ല പറയുന്നതെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മുടെ പ്രോഡക്റ്റിന്റെ റിസൾട്ട് പറയുമ്പോൾ ഇത് എനിക്ക് അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്, അപ്പൊ സത്യമാണ് എന്നുള്ളത് ആ ഒരു കാര്യത്തിലൂടെ തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അറിയുന്നില്ല അന്നത്തെ കൺക്ലൂഡ് ചെയ്യാൻ വന്നത് ഇന്നത്തെ വേൾഡ് ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള എന്റെ മാമൻ കൂടിയായിട്ടുള്ള ഷാജി സാർ ആയിരുന്നു. അപ്പം ഒരു എന്താ പറയാ, എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ ഒരു അത്ഭുതകരമായ ഒരു ദിവസം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, MC ചെയർ പിടിച്ചു വെച്ചിരുന്നിട്ട് ആ ചെയറിൽ ഇരിക്കാതെ വന്ന അമ്മയും, പിന്നെ എന്റെ വീടിന്റെ തൊട്ട് താഴെ, ഇപ്പോഴും താമസിക്കുന്നത് തൊട്ട് താഴെയാണ് ഈ മാമൻ താമസിക്കുന്നത്. എന്ന മാമന് കുറെ മാറ്റങ്ങളുണ്ട്, കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ബിസിനസ്സിലൂടെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഈ വന്നിരുന്ന ആളുകളോട് മുഴുവൻ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്ന രീതിയിൽ ചെയ്തിട്ട് എനിക്ക് വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു, നിങ്ങൾക്കും ഇത് ഏറ്റെടുക്കാൻ സാധിച്ചാൽ, നല്ലതുപോലെ ഇതിനെ ഒന്ന് പഠിക്കാൻ സാധിച്ചാൽ ഈ ഒരു ബിസിനസ്സിലൂടെ എന്നെ പോലെ എല്ലാവർക്കും വരുമാനം മേടിക്കാൻ പറ്റുമെന്ന് മറ്റൊരാൾക്ക് വിജയിക്കാനുള്ള വിജയ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളെയാണ്, അതും എന്റെ മാമനെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഫസ്റ്റ് GTS എന്ന് പറയുന്നത് ഇന്നും എനിക്ക് എക്സൈറ്റഡ് ആണ്. കാരണം അത്രയും അനുഭവം കിട്ടിയ ഒരു GTS ആയിരുന്നു. അങ്ങനെ നമുക്കറിയാലോ, ഒരു GTS കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫുൾ ഓൺ ഫുൾ പവർ ആകും. അത് ഇന്നായിക്കോട്ടെ അന്നായിക്കോട്ടെ. കാരണം ആ ലീഡേഴ്സ് തരുന്ന ഒരു കോൺഫിഡൻസും നമ്മുടെ പ്രോഡക്ട്സിലുള്ള വിശ്വാസവും പിന്നെ ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു വൈബും കൂടി ആകുമ്പോൾ നമ്മൾ സീരിയസ്ലി മോട്ടിവേറ്റഡ് ആയി പോകും. അങ്ങനെ ഞാനും മോട്ടിവേറ്റഡ് ആയി. അപ്പം ഈ മോട്ടിവേറ്റഡ് ആകുമ്പോൾ, ഇപ്പൊ ഞാൻ ചെറുതായിട്ടൊരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൂടെ, ഈ മോട്ടിവേറ്റഡ് ആകുന്ന സമയത്ത് നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് ആരോടും പറയരുതെന്ന്. പ്രത്യേകിച്ച് 2,10,000 കുറിച്ച് പറയരുത് എന്ന് നമ്മളോട് നമ്മുടെ ലീഡേഴ്സ്, അപ്ലൈൻസ് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ അന്ന് എന്നോട് ഇതാരും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ GTS കേൾക്കാനോ ബിസിനസ് ചെയ്യാനോ പോയ ഒരാളായിരുന്നില്ലല്ലോ. ഞാനൊരു ജസ്റ്റ് എന്റർടൈൻമെന്റ് എന്ന രീതിക്ക് പോയതുകൊണ്ടായിരിക്കാം എന്നോട് ഇതാരും പറഞ്ഞു തന്നില്ല. എന്നെ സംബന്ധിച്ച് ഈ 4 ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കിട്ടി എന്നൊരു ഐഡിയ വന്നപ്പോൾ ഞാൻ അവിടെ പോയി പറഞ്ഞു. ശനിയാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി പറയുകയാണ്, നമുക്ക് 4 പേർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ട്, എന്റെ അമ്മയൊക്കെ ചെയ്യുന്നതാണ്, ആഴ്ചയിൽ 2,10,000 രൂപ വരെ കിട്ടുമെന്ന് പറഞ്ഞു. അടിപൊളി. എല്ലാവരും ഇപ്പൊ ലീഡേഴ്സ് പറയുന്ന പോലെ നന്നായി വരൂ എന്ന് പറയുന്ന രീതിയിലല്ല എന്നോട് അന്ന് അവരെന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞത്, സംഗീത ഇത് 6 മാസമേ ഉണ്ടാവുകയുള്ളൂ, പൊട്ടിപ്പോകും, നീ ഇതിലൊന്നും ചെന്ന് തലയിടരുതെന്ന്. പക്ഷെ എനിക്ക് അവരെ പറഞ്ഞ് തിരുത്താനായില്ല. എന്റെ അമ്മ ഇത് ചെയ്തിട്ട് വരുമാനം മേടിച്ചുകൊണ്ടിരിക്കാന്ന് എനിക്ക് പറഞ്ഞ് തിരുത്താനുള്ള ബോധം അന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, അതും 2 ബോയ്സ് ആണ്, ഞങ്ങൾ 2 ഗേൾസും 2 ബോയ്സും ആണ്. അപ്പൊ ഈ ബോയ്സ് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കും, കാരണം അവർക്ക് കുറച്ചുകൂടെ മോളെ ഉണ്ടല്ലോ എന്നൊക്കെയായിരുന്നു അന്ന് വിചാരം. ഇന്ന് അങ്ങനെ ഒരു ചിന്തയില്ല. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞ ആ ഒരു വഴിയെ പോയി. അങ്ങനെ ഡിഗ്രിയിൽ ഞാൻ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഡിഗ്രി 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നല്ല മാറ്റം ഉണ്ടായി. കാരണം നമ്മൾ ആദ്യം പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതൊരു
ഒരു ജ്യൂസ് കഴിക്കുന്നതിലായിരിക്കാം, ചിലപ്പോൾ ഒരു ഷേക്ക് കഴിക്കുന്നതിലായിരിക്കാം. ഇതൊക്കെ നമ്മളൊരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ചില ആളുകൾ കോംപ്രമൈസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് അങ്ങനെ സിമ്പിൾ ആയിട്ട് പേര് പറഞ്ഞത്. ചിലപ്പോൾ ഒരു ഡ്രസ്സ് ആയിരിക്കാം, ചെരുപ്പായിരിക്കാം, എന്തുമായിക്കോട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള സാധനം നമുക്ക് ഇഷ്ടമുള്ളത് പൈസ ഇല്ല എന്നൊരു കാരണം കൊണ്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ നിന്ന് ഡിഗ്രി തേർഡ് ഇയറിലേക്ക് വന്നപ്പോൾ എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് അച്ഛയും അമ്മയും ഈ ഒരു ബിസിനസ് അന്നേരത്തേക്കും ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അച്ഛയുടെ കട മാറ്റി വെച്ചുകൊണ്ട് അച്ഛ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് രണ്ടുപേർക്കും വരുമാനം വരാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഡ്രസ്സിങ് രീതിയിലായിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ നല്ലൊരു മാറ്റം ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും കൊണ്ടുവരാൻ സാധിച്ചു. കാരണം അത്രയും സാധാരണക്കാരായ ആളുകളായിരുന്നു. അപ്പൊ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണെങ്കിൽ പോലും നമുക്കതൊരു വലിയ മാറ്റമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഡിഗ്രി തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയ്ക്ക് നല്ല വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു. 2020 ആയപ്പോ കറക്റ്റ് കോവിഡ് വന്ന് നമ്മളെല്ലാവരും ലോക്കായി. ഞാനും പഠിച്ചിറങ്ങുന്നത് കറക്റ്റ് 2020 ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നത്. പിന്നീട് എന്തും ചെയ്യണം എന്നറിയാതെ ലോകം പകച്ചു നിന്ന ആ ഒരു സമയത്ത് നമ്മുടെ ടീം SITയിലെ ലീഡേഴ്സ് എല്ലാവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ ടീമിനെ എല്ലാം വെച്ചുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം, ആ ഗ്രൂപ്പിലൂടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം, ടീമിനെ നിലനിർത്തണം എന്നൊരു സന്ദേശം കൊടുക്കുകയും അച്ഛയും അമ്മയും ചേർന്ന് അന്നുണ്ടായിരുന്ന എല്ലാ ടീമിനെയും കൂട്ടിപ്പിടിച്ച് തറവാട് എന്ന പേരിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കറക്റ്റ് ഞാൻ പറഞ്ഞു കോവിഡ് വന്ന സമയത്ത് അമ്മേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റി എന്നുള്ളത് നമ്മുടെ ഭാഗ്യമായിരുന്നു. കാരണം ആ ഒരു ടൈമിൽ അമ്മയ്ക്ക് നടുവേദന കാരണം അമ്മ കിടന്നു പോയ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ കോവിഡിന്റെ സമയത്ത് അമ്മയും അമ്മയുടെ അനിയത്തിയും അച്ഛയും ഞങ്ങൾ 2 മക്കളും കൂടിയായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു ഗസ്റ്റും കൂടെ വരുമ്പോൾ നമ്മൾ 4 പേരും തന്നെയാണെങ്കിൽ നമ്മൾ കുറച്ച് വൈകിച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ ചിന്തിക്കും അവർക്ക് നേരത്തെ ഫുഡ് കൊടുക്കണം, നല്ല രീതിയിൽ അവരെ സൽക്കരിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പൊ ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ എന്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗം ഫുഡും കാര്യങ്ങളൊക്കെ ആക്കും. ഞാനും ചേച്ചിയും കൂടെ ഫുഡും ഒക്കെ ആക്കും, കാരണം അമ്മയ്ക്ക് വയ്യല്ലോ. അപ്പം ഞങ്ങൾ വേഗം ഫുഡൊക്കെ ആക്കിയിട്ട് ഇവരെ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ ഇവര് ഇന്നിപ്പം മോർണിംഗ് ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം പോലെ തന്നെ നമുക്കും അവിടെ മോർണിംഗ് ഡ്രീംസ് എന്ന് പറയുന്ന പേരിൽ പ്രോഗ്രാംസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം ഇതുപോലെ 6 മണിക്ക് നമ്മുടെ ഗ്രൂപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 12 മണി വരെയും അച്ഛയും അമ്മയും ഈ ഫോണിന്റെ മുമ്പിൽ. അപ്പം അന്നൊക്കെ നമുക്ക് ഒത്തിരി ദേഷ്യം തോന്നിയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഫുഡ് ആയിട്ടും സമയത്ത് കഴിക്കാൻ വിളിച്ചാൽ വരില്ല. അതും ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ അവരെ കിട്ടുന്നില്ല. അത്രയും കോവിഡ് ആയിട്ട് പോലും നമ്മൾ 4 പേരും വീട്ടിലുണ്ടായിട്ടും നമുക്ക് ആ ഒരു സാഹചര്യം കിട്ടുന്നില്ലാണ്ടാകുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അങ്ങനെ ഞാനും ചേച്ചിയും നല്ല രീതിയിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലത്തെ മോർണിംഗ് ഡ്രീംസ് എന്താണ് എന്നൊന്ന് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നിയത്. കാരണം മറ്റൊന്നുമല്ല, ഈ മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇതിന് മാത്രം എന്താ ഇതിനകത്ത് ഇരിക്കുന്നേ, ഈ ഒരു മൈൻഡിലാണ് പോയത്. അങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന്, എനിക്ക് അടുക്കളയിലും ഹാളിലും, നമ്മുടെ വീടിന്റെ ഹാളും അടുക്കളയും ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഹാളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിന്റെ ഒച്ച അടുക്കളയിലേക്ക് കേൾക്കും. അങ്ങനെ അച്ഛയുടെ ഫോണിൽ നിന്നും പല തവണയായിട്ട് ഈ മോർണിംഗ് ഡ്രീംസിന്റെ സൗണ്ടും ഇതിൽ വരുന്ന ആളുടെ എക്സ്പീരിയൻസും അടുക്കളയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. ഇഷ്ടപ്പെട്ടു. പതിയെ അടുക്കളയിൽ നിന്ന് മാറി ഹാളിലേക്ക് വന്നു. ഹാളിൽ നിന്നായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ അധികം വൈകാതെ തന്നെ മോർണിംഗ് ഡ്രീംസിന്റെ പവർ കൊണ്ട് തന്നെ, ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസിന്റെ പവർ കൊണ്ട് തന്നെ അടുത്ത് ചെയർ ഇട്ട് ഇതുപോലെ സ്ക്രീൻ നോക്കി ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ മോർണിംഗ് ഡ്രീംസ് എന്ന് പറയുന്ന പ്രോഗ്രാം എങ്ങനെ കൊണ്ടെത്തിച്ചു. അങ്ങനെ വളരെ ആവേശത്തോടു കൂടി പിന്നെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. പ്രോഡക്റ്റ് ട്രെയിനിങ്ങുകളായിക്കോട്ടെ, GTS ആയിക്കോട്ടെ, ഓൺലൈൻ വെക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. എനിക്കിത് ചെയ്താൽ കൊള്ളാം എന്നൊരു മൈൻഡിലേക്ക് ഞാൻ എത്താൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം, ഇന്നിപ്പോ മോണിക്ക മേഡം എനിക്ക് തോന്നുന്നു +1 വിദ്യാർത്ഥിയാണ്. വളരെ ആവേശത്തോടു കൂടി പാരന്റ്സിന്റെ ഒപ്പം ഈ ഒരു ബിസിനസ്സിൽ ഇൻക്ലൂഡ് ആയതാവാം. എന്തായാലും ആ മേഡം ഇന്ന് MC എടുത്ത അതേ ആവേശം പോലെ തന്നെ ഞാനും എന്റെ അമ്മേന്റെ അടുത്ത് ചോദിച്ചു, എനിക്കും MC ചെയ്യണം, എനിക്കും ഓൺലൈനിൽ MC ചെയ്യണം എന്ന് പറഞ്ഞു. മാറ്റർ പറഞ്ഞു തന്നു. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. കയറി MC എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു MC എടുത്തു എന്നൊരു കാരണം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നും ഞാൻ ലൈവായിട്ട് ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ചെയ്യാത്തൊരു കാര്യം അത് ഏറ്റെടുത്ത് നമ്മൾ ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കൂല, പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റും.
ഇത് നിന്നെയും കൊണ്ട് പറ്റുന്നുള്ളൊരു വിശ്വാസം നമുക്കാവുമ്പോ നമ്മൾ പിന്നെ ഇതിൽ മുന്നോട്ടേക്ക് നിൽക്കും. അങ്ങനെ പല രീതിയിൽ ഓരോ പ്രോഗ്രാമുകളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി, ഗ്രൂപ്പിൽ വോയിസ് ഇടാൻ തുടങ്ങി, അങ്ങനെ ഓരോന്നും ചെയ്യാൻ തുടങ്ങി. ആവേശമായി കോവിഡ് ലാസ്റ്റ് തീർന്നിറങ്ങാനാവുമ്പോ ഓൺലൈനിൽ GTS എടുക്കുന്ന രീതിയിൽ എന്നെ ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാംസും നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയും ടീം SITക്കും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കോവിഡിന്റെ ആ ഒരു സമയത്ത് നമുക്കറിയാം പതിയെ ഒരു 2020 ആ ഒരു കാലഘട്ടത്തെ ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പതിയെ ലോക്ക്ഡൌണിൽ നിന്നൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി. അങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങിയ സമയത്ത് നമുക്കറിയാം ആ ഒരു ടൈമിലൊന്നും കമ്പനിയിൽ അങ്ങനെ ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കമ്പനിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് കോവിഡിന് ശേഷം ആദ്യത്തെ സെയിലിംഗ് ആയിട്ട് 2021 ജനുവരി 15 വന്നപ്പോഴത്തേക്കും എന്റെ അമ്മയുടെ അക്കൗണ്ടിൽ ആദ്യമായിട്ട് 2,10,000 രൂപ വന്നു. ഈ 2,10,000 രൂപ വരുന്ന സമയത്ത് ആ ഒരു കഴിഞ്ഞ വീക്ക് നമ്മുടെ വീട്ടിൽ ആഘോഷമായിരുന്നു. എല്ലാ ടീമും വന്ന് ഫുഡും കാര്യങ്ങളും അവരുണ്ടാക്കുന്നു, ഐഡിയ അടിക്കുന്നു, KYC ചെയ്യുന്നു. ഞങ്ങളുടെ വീടിന്റെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ആ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കുറേ പൈസയും എന്തൊക്കെയൊക്കെയോ ഞാൻ കാണുകയാണ്. ഒരു ടീം വർക്കിന്റെ സ്പിരിറ്റ് എന്താണെന്നുള്ളത് ആ ഒരാഴ്ചയിൽ എന്താണ് എന്നുള്ളത് അനുഭവിച്ചും കൂടി അറിഞ്ഞപ്പോൾ എനിക്കിത് ചെയ്തേ മതിയാവുള്ളൂ. ഈ ബിസിനസ്സിൽ നിന്ന് എനിക്കിത് വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ബിസിനസ് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ ഓരോരോ പ്രവൃത്തികൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീടും ഞങ്ങളുടെ അന്തരീക്ഷവും അച്ഛന്റെ അമ്മയുടെ ആവേശം തന്നെയാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് അടുപ്പിച്ചത്. മറ്റാരുമല്ല, എനിക്ക് തീർത്തും പറയാൻ സാധിക്കും വീട്ടിലെ മാറ്റം തന്നെയായിരുന്നു. അങ്ങനെ വളരെ ആവേശത്തോടു കൂടി ആ ഒരു പോസ്റ്റർ, അമ്മയുടെ 2,10,000 രൂപയുടെ പോസ്റ്റർ വന്ന സമയത്ത് എല്ലാവരുടെയും സ്റ്റാറ്റസ് അതായിരുന്നു. എനിക്ക് ഡിഗ്രി പഠന ശേഷം ഫോൺ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഫോണിലെ ഫ്രണ്ട്സിന്റെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അമ്മയുടെ ഫോണിലാണ്. അങ്ങനെ അമ്മയുടെ ഫോണിൽ ഞാൻ തന്നെ എഴുതിയിട്ടു കൺഗ്രാറ്റ്സ് അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ചു. ആ സ്റ്റാറ്റസ് വെച്ച സമയത്ത് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം, വേറൊന്നുമില്ല, 2018 എന്നെ തഴഞ്ഞ അതേ ഫ്രണ്ട്സ് എന്നെ തിരിച്ചു വിളിച്ചു. സംഗീത 6 മാസം ഉണ്ടാവുകയുള്ളൂ, പൂട്ടിപ്പോകും എന്ന് പറഞ്ഞ അതേ ഫ്രണ്ട്സ് എന്നെ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, ഇത് നിന്റെ അമ്മയ്ക്ക് കിട്ടിയ പൈസയാണോ, ഇത് നിന്റെ അമ്മയ്ക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് എന്റെ അമ്മയ്ക്ക് കിട്ടിയതാണ്. അന്ന് എനിക്ക് അറിവില്ല. എന്റെ വിചാരം 2,10,000 തൊട്ടാൽ പിറ്റേ ദിവസം അക്കൗണ്ടിൽ കയറും എന്നുള്ളതായിരുന്നു എന്റെ അറിവ്. നമുക്കറിയാലോ 3 ആഴ്ച കഴിയുമ്പോഴാണ് ഇത് വരുമാനമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നത്. അന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്റെ ഒരു ആവേശം കൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ അമ്മയുടെ അക്കൗണ്ടിൽ കയറിയ പൈസയാണ്, ഇത് എന്റെ അമ്മയ്ക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞപ്പോ അവന് ഞാൻ പറയുന്നത് വിശ്വാസമാവുന്നില്ല. അങ്ങനെ അവൻ അമ്മേനോട് സംസാരിച്ച് അമ്മേന്റെ അടുത്തുനിന്ന് ഉറപ്പ് വരുത്തി. അപ്പൊ അവൻ ചോദിച്ചു ഇത് എനിക്ക് മേടിക്കാൻ പറ്റുമോന്ന്. അമ്മ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറയുന്ന രീതിക്ക് നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മോന്റെ അക്കൗണ്ടിലും 2,10,000 രൂപ വാങ്ങിച്ചു തരാം എന്നൊരു ഉറപ്പ് അമ്മ കൊടുത്തു. അങ്ങനെ കൊടുത്തതിന്റെ പേരിൽ അവനും നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ കോവിഡിന് ശേഷം വന്നിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും GTS, FSS അങ്ങനെ പല പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ ഇറങ്ങി. അങ്ങനെയാണ് എനിക്കൊരു ടീം ആകുന്നത്. ഞാനായിട്ട് അങ്ങോട്ട് പോയി പറയേണ്ട ആവശ്യം വന്നില്ല. നമ്മുടെ ഈ സോഷ്യൽ മീഡിയാസ് നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് യൂസ് ചെയ്താൽ നമുക്കും ഇതുപോലെ ഓരോ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോരോ പ്രോഗ്രാമുകൾ ഞാൻ പറഞ്ഞു എല്ലാം GTS, FSS അങ്ങനെ വരുന്ന എല്ലാ പ്രോഗ്രാമുകളിലും എന്നെ കയറ്റിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായത്. ആദ്യം ലക്ഷ്യബോധം ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യത്തെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് BCom കഴിഞ്ഞ് ഒരു PG എടുത്ത് ഒരു ഗവൺമെന്റ് ജോലി കയറുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ അതല്ല ജീവിതം, ഒരു മൂലയ്ക്ക് ഒതുങ്ങി പോകേണ്ടതല്ല ജീവിതം എന്ന് എന്നെ പഠിപ്പിച്ച കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. അപ്പം എനിക്ക് മുന്നിലിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് ഈ ഒരു ടീമിൽ വളരെ ആഘോഷമായിട്ട് നടത്താനിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ വരുന്ന ഒക്ടോബർ മാസം 18 കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ഒരു 5,000 പേരെ വെച്ച് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നെക്സോറ പ്രോഗ്രാം. വളരെ സന്തോഷം തോന്നുന്നു. അതിന്റെ ചീഫ് ഗസ്റ്റ് ആരാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ എല്ലാം ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള മുബീൻ മുഹമ്മദ് സാറാണ്. അപ്പം സാറിന്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടിയ ഈ ഒരു അവസരം, ലീഡേഴ്സ് തന്ന ഈ ഒരു അവസരം എല്ലാവരും മുറുകെ ഏറ്റെടുത്ത് ചെയ്യുക. ഇതിന് എന്തൊക്കെ ക്രൈറ്റീരിയോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അപ്ലൈൻസ് തന്ന ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഏറ്റെടുക്കുക. കാരണം മുബീൻ സാറിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങിക്കുക, കൂടെ ഒരു ഫോട്ടോ എടുക്കുക, അതൊന്ന് സ്റ്റാറ്റസ് വെക്കുക, ഇതൊക്കെ വളരെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു പ്രോഗ്രാമിനെ ഏറ്റെടുത്ത് വിജയിക്കുക, പ്രവർത്തിക്കുക.
എല്ലാവർക്കും വിജയാശംസകൾ ഈ ഒരു സമയത്ത് ഞാൻ കൂടെ അറിയിക്കുകയാണ്. അങ്ങനെ ഞാനും ഓരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് ATC എന്ന റാങ്കിൽ വേഗം തന്നെ റാങ്കിലോട്ടൊക്കെ വരാൻ തുടങ്ങി. ATC എന്ന റാങ്കിൽ എത്തിയപ്പോഴാണ് RTP എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ റിയൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അത് അറ്റൻഡ് ചെയ്ത സമയത്ത് ഇന്ന് ഞാൻ വളരെ ഏത് വേദിയിലും കയറിയാലും ഓർക്കാതെ പോകുന്ന ഒരു പേരല്ല, എന്റെ ഗ്രേറ്റ് മെന്റർ ശ്രീജിത്ത് കണ്ണവൻ സാറ്. അദ്ദേഹത്തിന്റെ കൺക്ലൂഡിങ്ങില് കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ആ ഒരു അദ്ദേഹത്തിന്റെ ഡിസിഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നിന്നാണ് ഈ ഒരു ബിസിനസ്സിന് ഇത്രയും വലിപ്പമുണ്ട്. ഈ ഒരു നമ്മൾ എത്തിപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് തീർത്തും ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ, നമുക്ക് അത്രമാത്രം ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രം കിട്ടിയ ഒരു ഇൻഡസ്ട്രി ആണ് എന്നൊരു തിരിച്ചറിവ് എനിക്ക് അവിടെ വെച്ചുണ്ടായി. അങ്ങനെ അവിടുന്ന് ഞാൻ തീരുമാനമെടുത്തു, എന്റെ ലൈഫ് ടൈം കരിയർ ആയിട്ട് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനം എടുക്കാൻ എനിക്ക് അവിടെ നിന്ന് സാധിച്ചു. അങ്ങനെ അവിടുത്തെ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ATC ആയിരുന്നു. തൊട്ടടുത്ത മാസം 2022 ജനുവരി മാസം ആയിരുന്നു കൂടിയതെങ്കിൽ തൊട്ടടുത്ത മാസം വീണ്ടും നമുക്കൊരു RTP അവിടെ വരുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ ഇനി വരുമ്പോൾ ഞാൻ അവരോട് DTC ആയിട്ടേ കയറുകയുള്ളൂ. ആ സമയത്ത് എൻ്റെ ഒരു കുഞ്ഞുനാളിലെ ഒരു ആഗ്രഹമാണ്. ഞാൻ നേരത്തെ തുടങ്ങുമ്പോഴും പറഞ്ഞു, മനുഷ്യന്മാരായാൽ ആഗ്രഹം വേണം, ആ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ കുഞ്ഞിൽ എൻ്റെ മനസ്സിൽ കയറിയ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ബസ്സിൽ കയറുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചേച്ചി, അധികം പ്രായമൊന്നുമില്ല കേട്ടോ, നമ്മളെ പോലെ യുവാക്കളാണ്, പക്ഷെ ഞാനന്ന് കുഞ്ഞിത്. അപ്പൊ എനിക്കൊരു ചേച്ചിയാണല്ലോ, ആ ഒരു ചേച്ചിയുടെ കയ്യില് കുറച്ച് തൂങ്ങിക്കിടക്കുന്ന വാലുള്ള ഒരു സ്വർണത്തിന്റെ ചെയിൻ ഞാൻ കണ്ടു. അപ്പൊ എന്റെ വിചാരം ഈ സ്വർണത്തിന് അത്ര വിലയൊന്നുമില്ല, വീട്ടിൽ ചോദിച്ചാൽ കിട്ടും എന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, അറിവില്ലല്ലോ, ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കത് കിട്ടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിൽ വന്നപ്പം കുഴിച്ചു മൂടിയ ആഗ്രഹമൊക്കെ പുറത്തേക്ക് ഇടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടുന്ന് ഡിക്ലെയർ ചെയ്തു, ഞാനൊരു ചെയിൻ വാങ്ങിക്കും എന്നുള്ളത്. എന്റെ ആഗ്രഹം പോലെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെയിൻ ഇട്ടിട്ടാണ് ഇപ്പോഴും ഞാൻ നടക്കുന്നത്. അത് മൈ ലൈഫ് സ്റ്റൈലിൽ വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ആഴ്ചയിൽ 23,500 രൂപ വരെ വാങ്ങിച്ചെടുക്കാനും ഒരു സ്കൂട്ടി സ്വന്തമാക്കാനും പല നേട്ടങ്ങൾ എന്നെ ഈ ഒരു ബിസിനസ്സിൽ അച്ഛനും അമ്മയും കൊണ്ടുവന്നു എന്നൊരു കാരണം കൊണ്ട് അച്ഛന്റെ ഞാൻ വന്ന സമയത്ത് അമ്മ മാത്രമാണ് സീലിംഗ് അടിച്ചതെങ്കിൽ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്തതിനു ശേഷം അച്ഛന്റെ അക്കൗണ്ടിലും ആഴ്ചയിൽ 2,10,000 രൂപ വന്നു. അപ്പോൾ ഒരു വീട്ടിൽ കിട്ടിയ ഒരു വരുമാനം എന്ന് പറയുന്നത് അമ്മയ്ക്കും ആഴ്ചയിൽ 2,10,000, അച്ഛയ്ക്കും ആഴ്ചയിൽ 2,10,000, 4,20,000 രൂപ ഒരാഴ്ചയിൽ വാങ്ങിച്ച ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പം എനിക്ക് മുന്നിലിരിക്കുന്ന എല്ലാവരോടും ഈ ഒരു മേഖലയിലൂടെ വാരിക്കോരി പണം സമ്പാദിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് എന്നൊന്ന് പഠിക്കാൻ മാത്രം നമ്മൾ തയ്യാറായാൽ മതി. അതിന് നമുക്ക് കുറച്ച് വിശ്വാസം കൂടി ഉണ്ടാകണം. നമ്മുടെ കമ്പനീനെ, നമ്മുടെ പ്രോഡക്റ്റിനെ, നമ്മുടെ പ്രോഫിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ അപ്ലയൻസ്, അതിലെല്ലാം ഉപരി നമുക്ക് നമ്മളോടൊരു വിശ്വാസം ഉണ്ടാകണം. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പൊ നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനി ഒരിക്കലും പൊട്ടിപ്പോയില്ല. കാരണം ഒരു പ്രോഡക്റ്റിന് പോലും മതിയായ പ്രോഫിറ്റ് തന്നുകൊണ്ടാണ് നമുക്ക് കമ്പനി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ദീർഘവീക്ഷണമുള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ആസ്തിയെയും ദീർഘവീക്ഷണത്തെയും നമ്മൾ നല്ല രീതിയിൽ വിശ്വസിക്കുക. കാരണം ഒരുപാട് ഇന്നിപ്പോ നമുക്ക് കോസ്മെറ്റിക്സ് രംഗത്തില് ലിപ്സ്റ്റിക്, അതുപോലെ തന്നെ പല സാധനങ്ങൾ നമുക്കിന്ന് നമ്മുടെ കമ്പനി തന്നിട്ടുണ്ട്. ഇനി ഫേസിൽ യൂസ് ചെയ്യുന്ന സിറം വരുന്നു, ഹെയറിൽ യൂസ് ചെയ്യുന്ന സിറം വരുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കിട്ടാൻ പോകുന്നു. അപ്പൊ നമ്മൾ എന്താക്കണം, ഈ ഒരു കമ്പനിയുടെ ദീർഘവീക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുക. പിൻ ടു പ്ലെയിൻ വരെ കിട്ടും എന്നാണ് അമ്മയുടെ തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MD പ്രവീൺ ജയചന്ദ്രൻ സാർ അവരുടെ ഒരു മീറ്റിംഗിൽ സംസാരിച്ചിരുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഈ ഇൻഡസ്ട്രിയിലൂടെ പോയാൽ നമുക്ക് വളരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു TC ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, ATC ആയിക്കോട്ടെ, ഏത് റാങ്കിലുള്ള ആളായിക്കോട്ടെ, അവർക്ക് സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യം വന്നാലും സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ എന്റെ ഗ്രേറ്റ് ലീഡർ, ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ മെന്റർ കൂടിയായിട്ടുള്ള ശ്രീജിത്ത് സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു 4-5 പോയിന്റ്സും കൂടെ ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അദ്ദേഹം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. നമുക്ക് സ്വന്തം വിശ്വാസം ഉണ്ടാകും ഗൈസ്, വേറൊന്നുമില്ല. ഇംപ്രൂവ് യുവർ സെൽഫ്. നമുക്ക് സ്വയം മതിപ്പുണ്ടാകണം. കറക്റ്റ് അല്ലേ? ഞാനിപ്പോ ഒരു പേസ്റ്റ് വിറ്റു, അതിനൊരു 40 രൂപ ലാഭം കിട്ടി. അത് ആർക്കാ? എനിക്കാ, കമ്പനിക്കല്ല, എനിക്കാ കിട്ടിയത്. അപ്പൊ ഞാൻ ചിന്തിക്കണം, ഇത് നിന്നെ കൊണ്ട് പറ്റും സംഗീത, നിനക്ക് കഴിയും സംഗീത എന്ന്
എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ സ്വയം മതിപ്പ്, നമ്മൾ ഈ കുഞ്ഞ് പേസ്റ്റ് വിട്ടാൽ പോലും അതിൽ നമ്മൾ മതിപ്പുണ്ടാകണം. അഹങ്കരിക്കരുത്. അഹങ്കാരം ഒന്നിനും നല്ലതല്ല. കാരണം നമുക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, ശരിയാക്കിയേ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അഹങ്കരിക്കാൻ ഒന്നിലും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്. യു ആർ യൂണീക്ക്. കാരണം ഇപ്പൊ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ ചിന്തിക്കുന്നത് ഇത് മാത്രമാണ്. 2025 മെയ് മാസം 17 നമ്മുടെ അങ്കമാലി അഡ്ലെക്സിൽ വന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും. നമ്മൾ നെക്സസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ട ആളുകളാണ്. എന്തുമാത്രം ജനങ്ങളാണ് ലൈഫ് ചെയ്യുന്നത്, ഏതൊക്കെ ഭാഗത്ത് നിന്ന്, ഏതൊക്കെ ഭാഷ സംസാരിക്കുന്നവര്, നമ്മുടെ ചുറ്റും നമ്മൾ കാണാത്ത രീതിയിൽ ഡ്രസ്സിങ് ചെയ്യുന്ന ആളുകള്, അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു നെക്സസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കണ്ടു എല്ലാവരും, ഒരുപാട് ആളുകള്, നമ്മൾ തിങ്ങി നിറഞ്ഞിരിക്കാൻ കൂടി സ്ഥലമില്ലാത്ത ആളുകളെ കണ്ടു. നമ്മളൊന്ന് ചിന്തിച്ചേ, ഈ മൈ ലൈഫ് സ്റ്റൈലിൽ എത്ര പേർക്ക് നമ്മൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്, എത്ര പേർക്ക് ഒരു 10 നമ്പർ കിട്ടുന്നുണ്ട്? എല്ലാം വ്യത്യസ്തമല്ലേ? എന്റെ നമ്പർ അല്ലല്ലോ എനിക്ക് മുന്നിലിരിക്കുന്ന ഓരോരുത്തരുടെയും നമ്പർ, വ്യത്യസ്തമല്ലേ? അപ്പൊ നമ്മൾ ഈ കമ്പനിയിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ തീർത്തും നമ്മുടെ ബിലീഫിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വ്യത്യസ്തനാണ്, നമുക്ക് വ്യത്യസ്തതയോടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫൈൻഡ് യുവർ പോസിറ്റീവ്, അപ്ഗ്രേഡ് ഇറ്റ്. കാരണം നമ്മളിൽ കുറെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകും. അതെന്താന്ന് കണ്ടെത്തി അത് വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരുപക്ഷെ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കാം, ഒരുപക്ഷെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ അറിയുന്നവരായിരിക്കാം, ചിലപ്പോൾ GTS നന്നായി എടുക്കാൻ അറിയുന്നവരായിരിക്കാം. അങ്ങനെ പല കാറ്റഗറിയിലായിരിക്കാം നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ വളർത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറെ നെഗറ്റീവുകൾ ഉണ്ടാകും, അത് നമ്മൾ കണ്ടെത്തുക, അതിനെ നമ്മൾ ഡിലീറ്റ് ആക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കിപ്പോ ദേഷ്യം, ഞാൻ നേരത്തെ പറഞ്ഞു അമ്മയും അച്ഛനും കഴിക്കാൻ വരാത്തതിന്റെ പേരിൽ മൂക്കിന്റെ അറ്റത്ത് ദേഷ്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അതൊക്കെ മാറ്റിവെച്ചു. ഇന്ന് പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ അറിയാം, നമുക്ക് ഒരു പക്ഷെ ടൈമിങ്ങിലായിരിക്കില്ല ഫുഡ് കിട്ടുന്നത്, പക്ഷെ ദേഷ്യം വരാറില്ല. ഇപ്പൊ ഞാൻ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മൾക്ക് എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരാളുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് ആളുകളുണ്ട് ഈ കമ്പനിയിൽ, നമ്മൾ റാങ്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മളും ചിലവരിങ്ങനെ ഓർക്കോ, അവൻ അത് കിട്ടുന്നുണ്ട്, അവൻ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൻ അത്ര ടീമുണ്ട്, എനിക്കതില്ല, എനിക്ക് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ താഴോട്ടേക്കേ പോകുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഞാൻ ചെയ്യുന്ന കാര്യം ഒരുപക്ഷെ എന്നേക്കാൾ ഭംഗിയായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം, എങ്കിൽ കൂടിയും ഞാൻ ചിന്തിക്കേണ്ടത് ഇത് ഞാനാണ് ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു വിശ്വാസം വരുത്താൻ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹികപരമായി നമ്മൾ ഇടപെടുന്ന രീതിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ബസ്സിൽ പോകുന്ന ആൾക്കാരായിരിക്കാം, നമ്മൾ ട്രാവലിങ്ങിന് പല മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പാട്ടും വെച്ചിരിക്കാതെ ഒരാളോട് ജസ്റ്റ് മിണ്ടിയും പറഞ്ഞും ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെയും നമുക്ക് നാളെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു കോണ്ടാക്ട് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം എല്ലാവരും ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇത് ഞാൻ പറയുന്നതല്ല, എന്റെ ഗ്രേറ്റ് ലീഡർ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. ഈ ഒരു പോയിന്റ്സ് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിലൂടെ നല്ല രീതിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാലോ, ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ റീറ്റെയിൽ ചെയ്യണം, റീപർച്ചേസ് ചെയ്യണം, റിക്രൂട്ട്മെന്റ് വരണം, റീറ്റെയിൻ ചെയ്യണം. ഈ 4-6 ഉണ്ടെങ്കിൽ മാത്രമേ, പ്ലസ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. അപ്പം എനിക്ക് മുന്നിലിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. സീലിംഗിന്റെ സമയത്ത് അമ്മ സീലിംഗ് ആവുന്നത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന സമയത്ത് അച്ഛനും ഇന്ന് ഒരു സീലിംഗ് അച്ചീവർ ആണ്. അപ്പൊ അച്ഛന്റെ സീലിംഗിന്റെ സമയത്ത് ഞാൻ അച്ഛക്ക് ഇടാനുള്ള കോട്ട് ഗിഫ്റ്റ് ചെയ്തു. ആ ഫോട്ടോ, ഒരു ഗ്രീൻ കളർ കോട്ട് ഉണ്ട് അച്ഛ ഫോട്ടോയില്, ആ ഒരു ഗ്രീൻ കളർ കോട്ട് ഞാൻ തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രി തന്നിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം നമ്മൾ കൊടുക്കണ്ടേ അവർക്ക്? ഇതല്ല, ഇതിലും മേലെ കൊടുക്കും, പക്ഷെ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ആ ഒരു സമയത്ത് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് കോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു, ചേച്ചിന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ റീറ്റെയിൽ ചെയ്ത്, എനിക്ക് മൂക്കുത്തി എന്ന് പറയുന്നത് ഭയങ്കര വീക്ക്നെസ് ഉള്ള ഒരു സാധനമാണ്. റീറ്റെയിൽ ചെയ്ത് ഒരു റീറ്റെയിൽ വർക്ക്ഷോപ്പ് കേട്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട് അന്ന് അവിടെ നിന്നൊരു ഡിക്ലറേഷൻ നടത്തി, റീറ്റെയിൽ ചെയ്ത് അതിന്റെ പ്രോഫിറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമെന്ന് ഇത്ര ദിവസം കൊണ്ട്
മാർച്ച് 3 തൊട്ട് ഏപ്രിൽ 16 വരെയായിരുന്നു ഞങ്ങൾക്ക് അതിനൊരു കാലാവധി തന്നിട്ടുണ്ടായിരുന്നത്. ആ കാലാവധിക്കുള്ളിൽ വാങ്ങിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, സത്യത്തിൽ റീറ്റെയിൽ വർക്ക്ഷോപ്പ് കേട്ട സമയത്ത് എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ പറയും, അച്ഛൻ തന്നെയായിരുന്നു ആ റീറ്റെയിൽ വർക്ക്ഷോപ്പ് എടുത്തത്. അപ്പൊ അച്ഛൻ തന്നെ നമ്മുടെ ടീമിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇത്ര ദിവസം കൊണ്ട് റീറ്റെയിൽ ചെയ്ത് റീറ്റെയിലിന്റെ ലാഭം കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് ഈ സ്റ്റേജിൽ വന്ന് ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മൂലയ്ക്ക് മാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ അടുത്ത് അച്ഛൻ വന്നത് ചോദിച്ചു, നീ കേറുന്നില്ലേന്ന്. ആ ഒരൊറ്റ ചോദ്യം എന്നെ മോട്ടിവേറ്റഡ് ആക്കിയിട്ട് ഞാൻ ആ സ്റ്റേജിന്റെ അവിടെ കയറി നിന്നു. എന്ത് പറയണം എന്ന് പോലും എനിക്കറിയില്ല, എന്ത് വാങ്ങിക്കണം എന്ന് പോലും എനിക്കറിയില്ല. റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അല്ലാതെ എന്ത് വാങ്ങിക്കണം എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഗോൾഡിന്റെ മൂക്കുത്തിയാണുള്ളത്, അത് മാറ്റിയിട്ടൊന്ന് ഡയമണ്ടിന്റെ മൂക്കുത്തി വാങ്ങിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 6180 രൂപ വില വരുന്ന ഡയമണ്ടിന്റെ മൂക്കുത്തിയും ഇതിലൂടെ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത്, അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ മുബീൻ സാർ പറഞ്ഞ പോലെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈശ്വരനും പ്രകൃതിയും നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പോലും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പം എനിക്ക് മുന്നിലിരിക്കുന്ന എല്ലാവരോടും ഈ നെക്സോറ പ്രോഗ്രാമിൽ ഒരു വിജയിയായിക്കൊണ്ട് റാങ്ക് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ZDC അബോ ലീഡേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് കമ്പനി തരുന്ന ഒരു ഫണ്ടാണ് TDF എന്ന് പറയുന്നത്. അത് ഈ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനും നല്ല വരുമാനം, ഒറ്റ അടിക്ക് 4 ലക്ഷം രൂപ വരെ മേടിച്ച ആളുകൾ നമ്മുടെ ടീം SITയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും ആ ഒരു ലെവലിലേക്കൊക്കെ വളരാൻ സാധിക്കും. പിന്നെ നമ്മുടെ അപ്ലൈൻസ് എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യുക. അവർ നമ്മളെ ഒരിക്കലും ഒരു മോശം വഴിയിലേക്ക് കൊണ്ടുപോവില്ല. കാരണം അവര് മുന്നേ നടക്കും, ആ വഴിയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു കല്ലോ ഒരു കുഴിയോ ഒരു കുറ്റിയോ ഉണ്ടെങ്കിൽ പറയും, മക്കളെ നിങ്ങൾ അതിലൂടെ വരരുത്, അവിടെ ഇത് ഇന്നതുണ്ട് കുറ്റി ഉണ്ട് എന്നുള്ളത് അവര് നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് കേട്ട് മാറി നടക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്കും ഈ ആഴ്ചയിൽ 2,10,000 കിട്ടുകയുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇന്ന് ഈ ഒരു ടീമിന് നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻസ് ആയിട്ടുള്ള നാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള സനു സോമൻ സാറിന്റെയും ഡിനോ ജെയിംസ് സാറിന്റെയും, അതുപോലെ തന്നെ റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുരളീധരൻ സാറ്, ബിന്ദു മാഡം, STC റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന റെനി മാഡം, ദിവ്യശ്രീ മാഡം, ജനീഷ് സാറ്, ഇവരെ പോലുള്ള ഒരുപാട് ഗ്രേറ്റ് അപ്ലൈൻസ് നയിക്കുന്ന ഈ ഒരു ടീമിൽ നെക്സോറ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരുപാട് വിജയികൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും വിജയിച്ച് റാങ്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഒരു കുഞ്ഞു ഡ്രീമും കൂടെ ഞാൻ പറയുകയാണ്. നമ്മളെല്ലാവരും സ്വപ്നമുള്ള വ്യക്തികളായിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, സ്വപ്നമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓടാൻ സാധിക്കുകയുള്ളൂ. വണ്ടിക്ക് പെട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് വലിയുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ നമുക്കും ഡ്രീംസ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്റെ കുഞ്ഞു ഡ്രീംസുകൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഡിയർ ഫ്രണ്ട്സ്. ഒരു ITC റാങ്ക് എത്തുമ്പം 2 കോടിക്ക് മുകളിൽ വരുന്ന റേഞ്ച് റോവർ ആണ് ഞാൻ സ്വപ്നം കാണുന്നത്. കുഞ്ഞു ഗോൾസുകൾ ഉണ്ട്. ഞാൻ എന്റെ ബിഗ് ഡ്രീം മാത്രമേ ഇപ്പൊ ഇവിടെ പറയുന്നുള്ളൂ, വേറെ ഒന്നിനുമല്ല. എന്തുകൊണ്ട് ഒരു 25 വയസ്സുകാരി വന്നിട്ട് ഇത്രയും വലിയ കാര്യം പറയുന്നു എന്ന് ചിന്തിച്ചാൽ, കാറ് എന്ന് പറഞ്ഞാൽ 4 ചക്രമുള്ള വാഹനം എന്ന് മാത്രം അറിയുന്ന ഒരാള് മൈലേജ് സ്റ്റീൽ ഏറ്റെടുത്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് ബെൻസ് കണ്ടാലോ, BMW കണ്ടാലോ, റേഞ്ച് റോവർ കണ്ടാലോ, ഡിഫൻഡർ കണ്ടാലോ, കാറിന്റെ പേര് പറയാൻ എല്ലാം പഠിച്ചത് ഈ ഒരു കമ്പനിയിൽ വന്നിട്ടാണ്. അതുപോലെ തന്നെ ലക്ഷറി ലൈഫിലെ ഇപ്പൊ നമ്മുടെ താജ് റിസോർട്ട് പോലുള്ള ഗോവയില് എല്ലായിടത്ത് പോയി താമസിക്കാൻ പോലും അവസരം കിട്ടിയത് ഈ ഒരു കമ്പനിയിൽ വന്നു വരുന്നത് കാരണം കൊണ്ട് മാത്രമാണ്. അപ്പൊ എനിക്ക് മുന്നിലിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നല്ല ഡ്രീംസ് ഉള്ളവരാവുക, കുടുംബക്കാരെ മാക്സിമം കൊണ്ടുവരാം. ഇന്നിപ്പം എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഷാജി സാറിന്റെ കേസ് പറഞ്ഞു, എന്റെ മാമനാണ് പ്രസാദ് സാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ടീം SITന്റെ നായകൻ എന്റെ മാമനാണ്, ഷാജി സാറിന്റെ മാമനാണ്, സുസ്മിത മാഡം എന്റെ മാമിയാണ്. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ സ്വന്തം ചേട്ടൻ ഇന്ന് കമ്പനിയുടെ CTC റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന രാജേഷ് സാറ്, സ്വന്തം ചേച്ചി CTC റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ബിന്ദു മാഡം, അമ്മയുടെ സ്വന്തം അനിയത്തി NTC റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മഞ്ജു മാഡം, അതുപോലെ തന്നെ മറ്റൊരു മാമൻ സന്തോഷ് സാറ് NTC റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അങ്ങനെ അച്ഛൻ ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഇവരൊക്കെ സീലിംഗ് അച്ചീവേഴ്സ് ആണ്. അപ്പം നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും കൊണ്ടുവന്ന് ഈ ഒരു ബിസിനസ് എന്താണ് എന്ന് കേൾപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് വളർത്താൻ നമുക്ക് സാധിക്കും. ഫ്രണ്ട്സിലേക്കും കുടുംബക്കാരിലേക്കും ഈ ഒരു ബിസിനസ് എത്തിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു പക്ഷേ മീറ്റിംഗ് കേൾക്കുമ്പോൾ നല്ലതായിട്ടൊക്കെ തോന്നാം, ഒരുപക്ഷെ നന്നായിരുന്നു എന്ന് തോന്നാം, പക്ഷെ അതുകൊണ്ട് മാത്രം ഒന്നും ആയില്ല.
ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ സേവ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് എടുക്കാൻ സാധിച്ചിട്ടെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ്സിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എല്ലാവരും മാക്സിമം പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ ബിസിനസ് വളർത്തുക. എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ റാങ്കുകളൊക്കെ എത്തിപ്പിടിക്കാനും വരുമാനങ്ങൾ നേടിയെടുക്കാനും നല്ല രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തികളായി മാറാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മലയ സ്കിൽ മാർക്കറ്റിംഗ്. താങ്ക് യു.